സംസ്ഥാന കോൺഗ്രസിലെ തർക്കം സമവായത്തിലേക്ക് ചിന്തൻ ശിബിരിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടരും. ഇതോടെ DCCയുടെ ക്യാമ്പുകളിൽ പ്രതിപക്ഷ നേതാവ് വീണ്ടും സജീവമാകും. KPCC യോഗങ്ങളിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതാരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല പ്രതിപക്ഷ നേതാവിന് നൽകിയിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് വി ഡി സതീശൻ ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പ്രവർത്തനങ്ങൾ തുടരാൻ വി ഡി സതീശന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഇതോടെ മിഷൻ 2025 എന്ന പേരിലുള്ള DCCയുടെ ക്യാമ്പുകളിൽ വീണ്ടും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും. നാളെ മലപ്പുറത്ത് നടക്കുന്ന ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനിടെ കോൺഗ്രസിലെ തർക്കത്തിൽ അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ് ആരംഭിച്ചു. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത്. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നീക്കം. പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനമുയർന്ന KPCC ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളുമായും സംസാരിക്കും. ഒന്നിലധികം KPCC ഭാരവാഹികൾ ഇല്ലാത്ത കാര്യങ്ങൾ പോലും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ നിരീക്ഷണം. 24 തിരുവനന്തപുരം. കോൺഗ്രസ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ കോൺഗ്രസ് ഇല്ലെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാക്കുകയാണ് ലക്ഷ്യമെന്നും K സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു.